ഹായ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് 1-2 ദിവസങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ കാണുന്നൊരു കാര്യമാണ് ഈ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകളുടെയൊക്കെ ഒരു ആക്രമണം, അതിൻ്റെ ഒരു എതിർപ്പ് കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഈ എതിർക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ ആ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥാപനം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് അത്രത്തോളം കഷ്ടപ്പാടുകൾ അതിൻ്റെ ഓണറുകൾ അനുഭവിച്ചിട്ടുണ്ടാവുന്ന കാര്യം ഒരിക്കലും ശ്രദ്ധിക്കാറില്ലാന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിൻ്റെ ലൈസൻസ് ആവശ്യമായിട്ട് ഉണ്ടാവും, മറ്റ് ലൈസൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ടാവും. അതല്ലാതെ മറ്റുള്ള ചില ആളുകളെ അവർക്ക് വേണ്ടിയും അവരെയും ഈ പറയുന്ന രീതിയിൽ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെയും കൺവിൻസ് ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ന്യൂസുകൾ കാണുന്നുണ്ട്. പുതുതായി തുടങ്ങിയിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിൽ വരുമ്പോഴേക്ക് ചില കാരണങ്ങൾ കൊണ്ട് അത് അടച്ചു പൂട്ടേണ്ടതായിട്ട് വരുന്നത്. അത് വളരെ ഒരു മോശമായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഇവിടെ കേരളത്തിൽ വളർച്ച ഉണ്ടാകുക, പിള്ളേരൊക്കെ ഈ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പം നാളെ നമ്മളൊരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ നമ്മളിത് എന്നുള്ള പേരിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ആരൊക്കെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് തരത്തിൽ നമ്മൾ തുടങ്ങും? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരെയും എന്താ പറയാന്നറിയത്തില്ല. ഭയങ്കര മോശമായി പോയി കാര്യങ്ങൾ. വളരെ മോശം സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ ഒരു സിനിമ പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും. ഇവിടെ ആരെയും നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. എൻ്റെ ഒരു എന്താ പറയുക, ഒരു സജഷൻ അഭിപ്രായം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.